ഹലോ, ഞാൻ ലിബില്ലി. അപ്പം ഞാനിന്ന് തിയേറ്ററിൽ പോയൊരു സംഭവം പറയാൻ വേണ്ടിയാണ്. തിയേറ്റർ വേറെ ഒന്നുമല്ല, അത് തൃശ്ശൂരുള്ള രാഗം തിയേറ്റർ. അപ്പോൾ ആ തിയേറ്ററിൽ ഞാൻ പോയൊരു എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് എനിക്കവിടെ പോയി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഞാൻ കണ്ട സിനിമ ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. കാരണം ഏതൊരു സിനിമ എന്തായാലും സിനിമയല്ല ഇവിടുത്തെ വിഷയം, തിയേറ്ററാണ്. അപ്പോൾ തിയേറ്ററിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി, അപ്പോൾ സിനിമ ഏതോ ആയിക്കോട്ടെ. അപ്പോൾ ഞാനിരുന്നത് ബാൽക്കണിയിലുള്ള ഏറ്റവും പിറകിലുള്ള സീറ്റ്, അവിടെ സെൻട്രൽ സീറ്റ് നോക്കിയാണ് ഞാൻ ഇരുന്നത്. തിയേറ്റർ എന്ന് പറഞ്ഞാൽ സീറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് എനിക്ക് ആ സീറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പിറകിൽ ബാൽക്കണിയിലെ സീറ്റ് എടുത്തപ്പോൾ ആ സീറ്റ് എന്തോ ഒരു ഗ്ലേസ്നെസ് ഉള്ള പോലെ, അതായത് മിനുസുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ തന്നേക്ക് ഊർന്നു പോണ ഒരു ലെവല് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഇനി എനിക്ക് വണ്ണമുള്ള കാരണമാണോ എന്ന് അറിഞ്ഞൂടാ, എനിക്ക് എന്തായാലും അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഊർന്നു പോണ ഒരു രീതിയിലാണ് എനിക്ക് ഇരുന്നത്. അതൊന്നാമത്തെ കാര്യം. പിന്നെ തിയേറ്ററിൻ്റെ ക്വാളിറ്റി, അതായത് അന്ന് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ 100-120 അങ്ങണ്ടായിരുന്നു ടിക്കറ്റിന്. 100 120 ഓർമ്മയില്ല. എന്തായാലും ടിക്കറ്റ് റേറ്റ് വളരെ കുറവാണ്. അത് തന്നെയാണ് വളരെ ചീപ്പാണ്. അതാണ് ആ തിയേറ്ററിന് ഇത്രയും ഫാൻസ് കൂടാൻ കാരണം ഇത്രയും നല്ല ക്വാളിറ്റിയില്ല. അതായത് സ്ക്രീനിൻ്റെ കുഴപ്പമൊന്നുമില്ല, സ്ക്രീനൊക്കെ കിട്ടില്ല സ്ക്രീൻ തന്നെ. പിന്നെ സൗണ്ട് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അറ്റ്മോസ് ആണോ 7 ആണോ എന്ന് ഓർമ്മയില്ല. എന്തായാലും സൗണ്ടിൻ്റെ കാര്യത്തിലും തെറ്റ് പറയാനില്ല. പിന്നെ ബാൽക്കണി ആകുമ്പോൾ ആ ഒരു പ്രശ്നം, താഴ്ത്തിരിക്കണ ഫീല് ബാൽക്കണിയിൽ കിട്ടില്ല, അതറിയാം. പക്ഷെ അതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ഞാൻ പറയുന്നില്ല. അത് പിന്നെ ഞാൻ പോയതെന്ന് പറഞ്ഞാൽ അതെ, ആ സിനിമയുടെ പേര്. ഞാൻ മെയിനായിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രശ്നം അവിടുത്തെ സീറ്റിംഗ് മാത്രമേ എനിക്ക് മോശമായിട്ട് തോന്നുള്ളൂ. പിന്നെ സ്ക്രീനും കുഴപ്പമില്ല, കാരണം 4K ക്ലാരിറ്റി ഒക്കെ നല്ല കിടലായിട്ട് സംഭവം കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ അവിടെ കണ്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ RRR. ഇങ്ങനെ ഞാനിങ്ങനെ 10 തിയേറ്ററിൽ കണ്ടതാണ്. അത് ഓരോ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസും അങ്ങനെ കിട്ടാൻ വേണ്ടി. കാരണം ഓരോ തിയേറ്ററിലും ഓരോ വ്യത്യസ്തമായ ഇതായിരിക്കുമല്ലോ. അപ്പോൾ RRR ഞാൻ അവിടെ കണ്ടപ്പോൾ ഞാൻ ഫ്രണ്ടിൽ താഴത്താണ് ഇരുന്നത്, ബാൽക്കണിയിലല്ല. അപ്പോൾ ബാൽക്കണി ഞാൻ ഉപേക്ഷിച്ചു, അപ്പോൾ താഴത്താണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടലായിട്ട് കിട്ടി. പിന്നെ ഇത് പറയണേക്കാളും മുമ്പ് തിയേറ്ററിൻ്റെ സ്റ്റാഫുകളുടെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഞാനന്നവിടെ നിന്ന് എൻ്റെ വീട് അങ്കമാലിൽ, ഞാൻ പോയപ്പോൾ എൻ്റെ ഫോണിലാണ് ഈ ചാർജ് തീരാറായി. അതായത് ഫോണിൽ 15% അങ്ങോട്ട് ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്കിപ്പോൾ എങ്ങനെ സ്ഥിരം ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോൾ സിനിമ കാണുമ്പോൾ ഏതെങ്കിലും നല്ല തിയേറ്ററിൽ കാണുമ്പോൾ ആ തിയേറ്ററിൻ്റെ പേരും ലോഗോ എല്ലാവരും വരുന്നത് നമുക്ക് ഫോട്ടോ എടുക്കണം. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ എല്ലാ തിയേറ്ററിലും പോകുമ്പോൾ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അവിടെ തിയേറ്റർ സ്റ്റാഫ്, അതായത് ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണ കൗണ്ടറിൽ അവിടെ ഒരു ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഒരു പെണ്ണ്. കാരണം ഈ പെണ്ണെന്ന് പറഞ്ഞതിനുള്ള കാരണമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതായത് അപ്പോൾ ആ പെണ്ണിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാരണം അവിടെ ഇങ്ങനെ ഒരു ചാർജർ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി പടം തുടങ്ങണവരെ ഒരു 10 മിനിറ്റത്തേക്ക് ഫോണൊന്ന് കുത്തിയിടാമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയാം, ഇത് നിങ്ങളുടെ ഫോൺ കുത്തിയിടാനുള്ളതല്ല, എടുത്ത വഴിക്ക് പറയാം. കാരണം നമ്മൾ ഇത്ര അത്യാവശ്യമായിട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ, ഇങ്ങനത്തെ രീതിയിലാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ പറയേണ്ടത്. കസ്റ്റമറല്ല, അവിടെ ഒരു സിനിമ കാണാൻ വന്നൊരു കാണിയുടെ അടുത്ത് പറയേണ്ടത് ഇങ്ങനെയാണോ? അതായത് അവരുടെ തിയേറ്ററിൽ സിനിമ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മോശമായ രീതി, അങ്ങനെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. കാരണം നിസ്സാരൊരു സംഭവമുള്ളൂ. നമ്മളിപ്പോൾ എന്തിട്ട് ചോദിച്ചാൽ, അതായത് ചെറിയൊരു ചാർജർ സ്വന്തമായിട്ട് തരാനൊന്നല്ല പറഞ്ഞത്, അവരുടെ അടുത്ത് കുറച്ച് നേരം ഫോണൊന്ന് കുത്തി വെച്ചേക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചുള്ളൂ. അപ്പോൾ അവർക്കത് സമ്മതിച്ചില്ല. എനിക്ക് അവിടെ തന്നെ ആ തിയേറ്ററിൻ്റെ എല്ലാം എക്സെപ്റ്റേഷൻ ബാക്കി എനിക്ക് അതെനിക്ക് ആ തിയേറ്ററിൽ നിന്ന് കിട്ടിയില്ല. കാരണം എന്താണെന്നറിയില്ല, എന്തോ ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ കാര്യങ്ങൾ പെട്ടെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് കയറി ഞാൻ പറഞ്ഞില്ല താഴ്ത്തിരുന്നു എന്ന് പറഞ്ഞു. അല്ല, അതിന് മുമ്പ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, പെണ്ണെന്ന് പറഞ്ഞത്, അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞില്ലേ, അത് വേറെ ഒന്നുമല്ല. ഇങ്ങനെ ഇപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടായി. അപ്പോൾ അതിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ അവിടുത്തെ പെണ്ണ് എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ചാടിക്കടിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ
അതന്ന് ഭയങ്കര വിവാദമല്ല, അന്ന് അവർ ഭയങ്കരമായിട്ട് ഇട്ട് അതിനെ അർമാദിക്കുന്ന ഒരു രീതിയിൽ വന്നു. കാരണം പെണ്ണിനെ പെണ്ണിന്നൊന്നും വിളിക്കാൻ പാടില്ല, അവർക്ക് കുറച്ച് മര്യാദ കൊടുക്കണം, അങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം. ഒരു മര്യാദ ഇല്ല. പെണ്ണിനെ ഞാൻ പെണ്ണെന്ന് തന്നെ പറയുള്ളൂ. അതിപ്പോൾ ആരായാലും ശരി, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. ഇപ്പം ആ കാര്യമൊക്കെ അത്രയേ ഉള്ളൂ. തിയേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ചീപ്പ് റേറ്റിലായിരുന്നു അന്ന് ടിക്കറ്റ്. ഇപ്പം 150 സംതിങ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും തിയേറ്റർ കൊള്ളാം കേട്ടോ. കാരണം ആ തിയേറ്റർ ഒരു പഴമയും കാര്യങ്ങളൊക്കെ ആ തിയേറ്ററിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോഴും നന്നായിട്ടിരിക്കുന്നത്. ശരി, ഇതിനെക്കുറിച്ച് ഞാൻ ഇത്രയും പറയുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. ശരി.